നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ചില ആളുകൾ, ഒന്ന് VP അബ്ദുൾ റഷീദ്, അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെ വലിയ ഫോണ്ടിലേക്ക് വന്നു. VP അബ്ദുൾ റഷീദ്, സന്ദീപ് വാര്യർ, പിന്നെ അപ്പുറത്ത് BJPയുടെ കോഴിക്കോട് സൗത്തിലെ റനീഷിൻ്റെ പേര് ഈ പറയുന്ന പോലെ ഈ BJPയുടെ സ്ഥാനാർത്ഥികളിൽ വിജയിക്കുന്ന ആളുകളായിട്ട് BJPക്കാർക്ക് തന്നെയും ഓൾ കേരള BJPക്കാർക്ക് തന്നെയും അറിയില്ലാതിരുന്ന ഒരാളായിരുന്നു റനീഷ് കയറി വന്നിരിക്കുന്നു. പക്ഷെ അപ്പോഴും വീണ്ടും പറയട്ടെ, അതായത് UDFന്റെ വൻ മുന്നേറ്റം എന്നതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരി. അതോടൊപ്പം തന്നെ ഈ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പിന്നോട്ട് പോയി എന്നത് അത്രക്ക് പ്രാധാന്യത്തോടെ തന്നെയുള്ള ഒരു ലീഡായിട്ട് നിൽക്കുന്നു. ഇതിൽ UDFന്റെ മുന്നേറ്റമാണോ പിണറായി വിജയനുണ്ടായ പിന്നോട്ട് പോക്കാണോ പ്രധാനപ്പെട്ട ലീഡ് എന്ന് എനിക്കറിയില്ല. UDFന്റെ മുന്നേറ്റം കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. 90 മുകളിലേക്കുള്ള സീറ്റ് നിലയിലേക്ക് അവരെത്തിയാൽ അത്ഭുതപ്പെടാനില്ല. LDF പരാജയം സമ്മതിക്കേണ്ടി വരും. UDF ഭരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. NDA 3 എന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ 3 വന്നിരിക്കുന്നത് കോഴിക്കോട് സൗത്ത് അവിടെ തന്നെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോയിരിക്കുന്നത് മഞ്ചേശ്വരമാണ് കേട്ടോ. മഞ്ചേശ്വരത്ത് UDF മുന്നിലേക്ക് വന്നിരിക്കുന്നു. മഞ്ചേശ്വരത്ത് ഇപ്പോഴും LDFനെ പിന്നിലാക്കി സന്ദീപ് വാര്യരുടെ തേരോട്ടം. 1821 വോട്ടിന് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ ലീഡെടുത്തിരിക്കുന്നു. ഉടുമയിൽ UDFന്റെ ലീഡ് നില 4269 ഉയർന്നിരിക്കുന്നു. എക്സിറ്റ് പോൾ അല്ല വന്നിരിക്കുന്നത്, എക്സാറ്റ് പോൾ ആണെന്നുള്ള ഷാഫി പറമ്പലിന്റെ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. കോട്ടകൾ കെട്ടിയതും തകർത്തതും ജനങ്ങൾ തന്നെ എന്ന് വടകരയുടെ പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരു സമയം കൂടിയാണിത്. 89-48 3 എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഓരോറ്റ സീറ്റ് കൂടി വന്നാൽ 90ലേക്ക് എത്തുന്നു UDFന്റെ സീറ്റ് നില. ഇത് ത്രിവർണ്ണ കരങ്ങൾ പിടിച്ചിരിക്കുന്നു കേരളം എന്ന കാര്യത്തിൽ സംശയമില്ല. VD സതീശൻ പറഞ്ഞ ആ 100 സീറ്റിലേക്ക് ഇനി എത്തുമോ ഇല്ലയോ എന്ന് അറിയാനുള്ള കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. 90 സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു UDF. 90 സീറ്റിൽ UDF. VD സതീശൻ പറഞ്ഞ 100 അല്ല 90ലേക്ക് എത്തിയിരിക്കുന്നു. ഈ നിലയ്ക്ക് പോയാൽ ഇങ്ങനെ പോയാൽ 100-നടുത്തൊക്കെ എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് സംശയമില്ല. അതല്ല സനീഷ്, ഇത് തന്നെ, അതായത് ഇവരെല്ലാം സതീശനടക്കം നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഈ LDFന്റെ വോട്ട്, CPMന്റെ വോട്ട് ഞങ്ങൾക്ക് വരും സംഭവിച്ചു. അത് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ LDFന്റെ ഉറച്ച വോട്ടുകൾ UDFന് പോയിരിക്കുന്നു എന്നത് സമ്മതിച്ചു കൊടുത്തേ മതിയാവൂ ഈ ഘട്ടത്തിൽ. കാരണം അത് ചെമ്പിലോട് പഞ്ചായത്ത് അതിന്റെ ഒരു ഉദാഹരണമാണ്. നമുക്ക് മുന്നിലേക്ക് വെച്ചു. അതെ, ചെമ്പിലോട് പഞ്ചായത്ത് അതിന്റെ വലിയ ഉദാഹരണം. 47 ഇടത്ത് LDF, 3 ഇടത്ത് NDA എന്നിങ്ങനെയാണ് മുന്നേറുന്നത്. NDA മുന്നേറുന്നത് 1 സീറ്റ് കോഴിക്കോട് സൗത്ത് ആണ് എന്നുള്ള കൗതുകമുണ്ട്. കോഴിക്കോട് സൗത്ത്, പാലക്കാട്, ഒപ്പം തന്നെ നേമം എന്നീ 3 മണ്ഡലങ്ങളിലാണ് NDA മുന്നേറുന്നത്. ആ ലീഡ് എത്ര നേരം നിലനിർത്താൻ കഴിയുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. പക്ഷേ UDFന്റെ വലിയ മുന്നേറ്റം, പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാരുടെ പിന്നോട്ടിറക്കം, ഇതെല്ലാമാണ് അത്ഭുതകരമായി കൗതുകകരമായി ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന വേളയിൽ നമുക്ക് മുന്നിലുള്ളത്. ഭരണവിരുദ്ധ വികാരം എന്ന് വെച്ചാൽ അതിന്റെ എക്സ്ട്രീം ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് എതിരെ ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രി ഇപ്പൊ പിന്നിട്ട് നിൽക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം പിന്നിട്ട് നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ ഇതിന്റെ പരാജയത്തിന്റെ ഉത്തരവാദി ആര് എന്ന ചോദ്യം നേരെ ചെന്ന് നിൽക്കുക ഇനി പിണറായി വിജയൻ. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുള്ളിൽ CPIM-നുള്ളിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണവും ചർച്ചയും എന്തായിരുന്നു? അത് പരസ്യമായി പുറത്തേക്ക് വന്നില്ലെങ്കിലും തെരഞ്ഞെടുപ്പിനെ നയിച്ചത് എല്ലാ അർത്ഥത്തിലും പിണറായി വിജയൻ. അതായത് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നത്തിനപ്പുറം പിണറായി വിജയൻ എന്ന രൂപം മാത്രമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതെന്നുള്ളത് വലിയ വിമർശനമായി, വലിയ ആരോപണമായി, സമാന്തരമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിനൊരു കരുത്തുണ്ടായില്ല. അതിനപ്പുറത്തായിരുന്നു പ്രചാരണം.